യെസ്, ശബരിമലയിലെ കൊടിമര പുനർനിർമ്മാണത്തിലും ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറായിരുന്നതായി കണ്ടെത്തൽ. സ്പോൺസർഷിപ്പ് നൽകാമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അഭിഭാഷക കമ്മീഷനെ അറിയിക്കുകയായിരുന്നു. പോറ്റിയുടെ പങ്ക് സ്ഥിരീകരിച്ചുള്ള അഭിഭാഷക കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും സ്പോൺസറായിരുന്നു. കൊടിമര പുനർനിർമ്മാണത്തിന്റെ മേൽനോട്ടത്തിനായി അഭിഭാഷക കമ്മീഷനെയാണ് ഹൈക്കോടതി ചുമതലപ്പെടുത്തിയിരുന്നത്. 2017 കൊടിമര പുനർനിർമ്മാണത്തിൽ പ്രത്യേകം കേസെടുത്ത് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി ഇന്നലെ നിർദ്ദേശിച്ചിരുന്നു. വിജിൻ വായന്തോട് കൂടുതൽ വിവരങ്ങൾ നൽകും. വിജിനി, 2017 നടന്ന കൊടിമര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി അന്വേഷണ പരിധിയിലേക്ക് വരുമ്പോഴാണ് അന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടിമര പുനർനിർമ്മാണത്തിലും സ്പോൺസർ ആയിരുന്നു എന്നുള്ള വിവരങ്ങൾ അടക്കം പുറത്തുവരുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം അന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത് തുടങ്ങിയതിൽ ഒരു വ്യക്തത വരുന്നുണ്ടോ? തീർച്ചയായും ജിൽസി, ഇന്നലെയാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ വിജിലൻസ് അന്വേഷണത്തിലേക്ക് പോകണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചത്. വിജിലൻസിനാണ് നിലവിൽ അന്വേഷണ ചുമതല. 2017 ഈ കൊടിമര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഏതൊക്കെ തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്ന് വിശദമായി പരിശോധിക്കാനാണ് നിലവിൽ വിജിലൻസിനോട് ഹൈക്കോടതി തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വിജിലൻസ് ഡയറക്ടർ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ 2017 ഈ കോൺക്രീറ്റ് ചെയ്ത കൊടിമരം അത് തുരുമ്പെടുത്തു എന്ന് പറഞ്ഞാണ് പിന്നീട് അത് മാറ്റണമെന്ന തീരുമാനത്തിലേക്ക് തന്ത്രിയും ഒപ്പം തന്നെ ഭരണസമിതിയും ഒക്കെ എത്തുന്നത്. അങ്ങനെയാണ് ഈ കൊടിമരം മാറ്റാനായി കൊണ്ടുപോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നു എന്നുള്ളതാണ് അന്വേഷണ പരിധിയിൽ വരിക. എന്തായാലും 2017 ഈ കൊടിമര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാം എന്നുള്ള കാര്യം അറിയിച്ചു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ വ്യക്തമാകുന്നത്. അഭിഭാഷക കമ്മീഷനെയാണ് ഇക്കാര്യം അറിയിച്ചത്. എത്ര മാത്രം സ്വർണം ഇക്കാര്യത്തിൽ മാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഇനി വിശദമായി മനസ്സിലാക്കേണ്ടത്. സുരേഷ് ഗോപിയെ അഭിഭാഷക കമ്മീഷൻ തന്നെയാണ് സമീപിച്ചത് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പോളിക് സൊല്യൂഷൻ എന്ന സ്ഥാപനമാണ് ഈ കൊടിമരം പുനർനിർമ്മാണം നടത്തി തിരിച്ചെത്തിച്ചത്. അതുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പിലാണ് ആരൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന് ഇനി വ്യക്തമാകേണ്ടത്. എന്തായാലും ഈ ഘട്ടത്തിൽ ഇപ്പോൾ അഭിഭാഷക കമ്മീഷൻ വ്യക്തമാക്കിയത് കൊടിമരം പുനർനിർമ്മാണത്തിനായി കൊണ്ടുപോയിട്ടുണ്ട്. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെയൊരു പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പ് താൻ ഏറ്റെടുക്കാം എന്ന് ചൂണ്ടിക്കാട്ടി സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ സുരേഷ് ഗോപി 2.25 കോടി രൂപ അത് ഈ കൊടിമരം പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പ് നൽകിയിട്ടുണ്ട് എന്ന കാര്യവും വ്യക്തമായിട്ടുണ്ട്. നേരത്തെ തന്നെ അത് പല ആളുകൾ ആണ് ഈ സ്പോൺസർഷിപ്പ് ഇങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് കൊടിമരവും ഒപ്പം തന്നെ ശബരിമലയിലെ മറ്റ് പുനർനിർമ്മാണങ്ങളും ഒക്കെ നടത്തിപ്പോകുന്നത്. അതാണ് കട്ടിലപ്പാളിയിലും ഒപ്പം തന്നെ ദ്വാരപാലക ശില്പത്തിലും ഒക്കെ കണ്ടിരുന്നത്. അതിലാണ് വലിയ തട്ടിപ്പ് ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും അത് ഒരു ഭാഗത്ത് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും ഉന്നതത്തിലേക്കൊക്കെ അന്വേഷണം എത്തുകയും ചോദ്യം ചെയ്യലിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ശബരിമലയിൽ നിന്ന് തന്നെയുള്ള ഇങ്ങനെ ഒരു അന്വേഷണം ആവശ്യമാണ്. കൊടിമരം എന്തായാലും പുനർനിർമ്മാണത്തിന് കൊണ്ടുപോയിട്ടുണ്ട്, അതിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. സ്വർണം എത്ര കിട്ടി എന്ന കാര്യത്തിലുള്ള വ്യക്തമായ കണക്കില്ല, മഹസറിൽ അത്തരം ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ശബരിമല നിന്ന് തന്നെ ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലുള്ള വിശദമായ അന്വേഷണം വേണമെന്നുള്ളതാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങുമ്പോഴാണ് ഇക്കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ വീണ്ടും ഈ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ സ്പോൺസർഷിപ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയിട്ടുണ്ടോ, അങ്ങനെയെങ്കിൽ എവിടെ നിന്നൊക്കെ സ്വർണം എത്തിച്ചും ഒപ്പം തന്നെ ഏതൊക്കെ തരത്തിലുള്ള തട്ടിപ്പുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി 2017 നടത്തി എന്ന കാര്യത്തിലുമുള്ള വിശദമായ അന്വേഷണമാണ് ഇനി നടക്കുക. ഒപ്പം തന്നെ അന്നത്തെ ഭരണസമിതി, അന്ന് UDFന്റെ ഭരണസമിതിയാണ്. പ്രയാർ ഗോപാലകൃഷ്ണനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നത്. ഒപ്പം തന്നെ അജയ് തറയിൽ ദേവസ്വം ബോർഡ് മെമ്പറായിരുന്നു. K. രാഘവൻ, അദ്ദേഹം LDFന്റെ പ്രതിനിധിയായി അന്ന് ദേവസ്വം ബോർഡ് മെമ്പറായിരുന്നു. ഇവരിലേക്കൊക്കെ ഇനി അന്വേഷണം എത്തേണ്ടതുണ്ട്. പ്രയാർ ഗോപാലകൃഷ്ണൻ എന്തായാലും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് തന്നെ അജയ് തറയിലേക്കും K. രാഘവനിലേക്കും ഉൾപ്പെടെയുള്ള അന്വേഷണം ഒരുപക്ഷെ നടത്താനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘമല്ല അന്വേഷണം നടത്തുന്നത്. അത് വിജിലൻസിന്റെ മേൽനോട്ടത്തിൽ, വിജിലൻസ് ഡയറക്ടറുടെ മേൽനോട്ടത്തിൽ വിജിലൻസിന്റെ സംഘമാണ് അന്വേഷണം നടത്തുക. ജിൽസി. യെസ്, വിജിൻ വായന്തോടാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ശബരിമലയിലെ ഈ